ഇനി മുരമ്പം സമരസമിതി കൺവീനർ ബെന്നി ജോസഫ് നമുക്കൊപ്പം ടെലിഫോണിൽ ചേരുന്നു. ബെന്നി ജോസഫ്, നമസ്കാരം. പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ഈ രേഖയുടെ ഏറ്റവും വലിയ പ്രാധാന്യം എന്താണ്? ഈ രേഖയുടെ ഒരു ഇമ്പാക്റ്റ് ഇനി എങ്ങനെയായിരിക്കും? ഹലോ, താങ്കൾ കേൾക്കാമോ? അതായത് 1901 ഒരു രേഖ ഇപ്പോൾ കിട്ടിയിരിക്കുകയാണല്ലോ. അതനുസരിച്ച് പുഴ പുറമ്പോക്കാണ് ഈ ഭൂമി, അല്ലേ? അതെ. അപ്പോൾ എന്തായിരിക്കും ഇനി ഈ സമരത്തിൽ ഈ രേഖയുടെ ഒരു പ്രാധാന്യം? ഈ രേഖയുടെ ഒരു പ്രാധാന്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. കാരണം ഇത് വഖഫ് ഭൂമിയാണോ അതല്ലെങ്കിൽ ഈ താമസക്കാരുടെ ഭൂമിയാണോ എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള അടിസ്ഥാന പ്രശ്നം. ഈ രേഖ ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ 100% ഉറപ്പായി ഇത് വഖഫല്ല എങ്കിൽ പിന്നെ കേരള ഗവൺമെന്റിന്റെ ലാൻഡ് റൂൾസ് ആക്ട് അനുസരിച്ചിട്ട് രജിസ്ട്രി വിഭാഗം രജിസ്റ്റർ ചെയ്ത് തന്നിരിക്കുന്ന ഭൂമിയാണ് ഇവിടുത്തെ താമസക്കാർ വാങ്ങിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ഇവിടുത്തെ താമസക്കാരുടെ ഭൂമിയായിട്ട് മാറുകയാണ്. വഖഫിന്റെ അവകാശവാദം ഇതോടുകൂടി, അതായത് വഖഫ് ബോർഡ് തെറ്റായ രീതിയിലാണ് ഈ ഭൂമി എഴുതിയെടുത്തിട്ടുള്ളത്. ഞങ്ങൾക്ക് ഇപ്പൊ ഒരു നോട്ടീസ് തരാതെ, സർവേ നടത്താതെ, അതിരുകൾ അടയാളപ്പെടുത്താതെ, ഇവിടുത്തെ താമസക്കാരെ കേൾക്കാതെയാണ് എഴുതിയെടുത്തത്. ഇന്നിപ്പോ ഒരു ജുഡീഷ്യൽ കമ്മീഷന് വെച്ചു. ഇവിടെയുള്ള മുഴുവൻ ആളുകളെയും കേൾക്കാൻ അദ്ദേഹം തയ്യാറായി. 2008 വെച്ച കമ്മീഷൻ, ആ കമ്മീഷൻ ഇവിടെയുള്ള താമസക്കാർക്ക് ഒരു നോട്ടീസ് നൽകുകയോ അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നും ഞങ്ങൾക്ക് ഒരു റിപ്പോർട്ടും തന്നിട്ടില്ല. വഖഫ് ബോർഡ് ഏകാധിപത്യപരമായി ഏകപക്ഷീയമായി വഖഫ് രജിസ്റ്ററിൽ ഈ ഭൂമി എഴുതി ചേർത്തു. അതാണ് ഇന്ന് ഞങ്ങൾക്ക് വിനയായി മാറിയത്. അത് വഖഫ് ബോർഡ് എല്ലാ നിയമങ്ങളും മാനുഷിക പരിഗണനയും നിയമവും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അന്ന് എഴുതിയെടുത്തത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ഇത് വഖഫ് അല്ല എന്ന് മനസ്സിലാക്കിയിട്ട് വഖഫ് ബോർഡ് ഇതിന്റെ അവകാശവാദം ഉന്നയിച്ച് ഉപേക്ഷിച്ച് പോവുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഈ പ്രശ്നങ്ങളും ഈ നാട്ടിലെ സാമുദായിക സൗഹാർദ്ദവും മതേതരത്വവും എല്ലാം കാത്തു സൂക്ഷിക്കാൻ സാധിക്കും. അതിന് മനസ്സിലായി. താങ്ക് യു ബെന്നി ജോസഫ് ഈ പരിപാടിയിൽ പങ്കെടുത്തതിന്. എന്തായാലും 1901 ഒരു രേഖയനുസരിച്ച് ഈ പറയുന്ന പ്രദേശം പുഴ പുറമ്പോക്കാണ് എന്ന് വരുന്നു. സെൻട്രൽ ആർക്കൈവ്സിൽ നിന്നാണ് ഈ രേഖ ഇവർക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളതെന്ന് കൂടി മനസ്സിലാക്കുന്നു.